ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ചിപ്പ് നിർമ്മാണത്തിൽ ദുരൂഹതയെന്ന ആരോപണവുമായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വൻ അഴിമതിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി SUCC ഗവർണർക്ക് പരാതി നൽകി. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട നേട്ടങ്ങളോ ഉപയോഗയോഗ്യതയോ പരിശോധിക്കാതെയാണ് സർക്കാർ കൈരളി ചിപ്പിന്റെ നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചതെന്നാണ് SUCCയുടെ ആരോപണം. വിവിധ പദ്ധതികൾക്കായി കിഫ്ബി ഫണ്ട് വിനിയോഗിക്കുന്നതിന്റെ ഇടനില സ്ഥാപനമായി പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ സർവകലാശാലയും സർക്കാരും സംയുക്തമായി പ്രഖ്യാപിച്ച കൈരളി ചിപ്പ് നിർമ്മാണത്തെ ചൊല്ലിയാണ് ആരോപണങ്ങൾ ഉയരുന്നത്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും കേരള സർക്കാരുമാണ് കൈരളി ചിപ്പ് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ചതായി പ്രഖ്യാപിച്ചത്. ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അലക്സ് പാപ്പച്ചൻ ജെയിംസിന് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് 25 ലക്ഷം രൂപ പാരിതോഷികമായും നൽകിയിരുന്നു. എന്നാൽ ഈ പദ്ധതിയിൽ അഴിമതിയുണ്ടെന്നാണ് SUCCയുടെ ആരോപണം. ഇന്ത്യ സർക്കാർ ചിപ്പ് നിർമ്മാണം ആരംഭിക്കുന്നതിന് 1 വർഷം മുമ്പ് കേരള ഡിജിറ്റൽ സർവകലാശാല ചിപ്പ് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ട ബാധ്യത കേരള സർക്കാരിനുണ്ട്, ഡിജിറ്റൽ സർവകലാശാലയ്ക്കുണ്ട്. അത് അറിയിക്കാത്തതിൽ തന്നെ ദുരൂഹതയുണ്ട്. അപ്പോൾ ഇതിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ചിപ്പ് എന്ന് പറയുന്നത് ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ചതല്ല. ഇത് വിദേശത്തു നിന്ന് വാങ്ങിക്കടത്തി കൊണ്ടുവന്ന് ഇവിടെ നിർമ്മിച്ചതായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ്. സർവകലാശാലയ്ക്ക് സെമി കണ്ടക്ടർ ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യാനോ നിർമ്മിക്കാനോ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്ന് SUCC ചൂണ്ടിക്കാണിക്കുന്നു. കൈരളി ചിപ്പുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പരിശോധനാ ഫലങ്ങളോ ഉപയോഗപരിധിയിലേക്കുള്ള സ്ഥിരീകരണങ്ങളോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ചിപ്പിന്റെ ഡിസൈൻ പ്രസിദ്ധീകരിക്കുകയോ പേറ്റന്റ് ലഭിക്കുകയോ വാണിജ്യപരമായി ഉപയോഗിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. സാങ്കേതിക പരിമിതികളും തെളിവുകളുടെ അഭാവവും കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച സ്വദേശി ചിപ്പ് എന്ന വിശേഷണം നൽകാനാവില്ലെന്നും SUCC പറയുന്നു. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട നേട്ടങ്ങളോ ഉപയോഗയോഗ്യതയോ പരിശോധിക്കാതെയാണ് സർക്കാർ ഈ ചിപ്പിന്റെ നിർമ്മാണത്തിന് ഫണ്ടുകളും അവാർഡും അനുവദിച്ചത്. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് ബന്ധപ്പെട്ട അധികൃതരുടെ വാദം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.